വ്യാജരേഖ ചമച്ചെന്ന കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരായ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ് തീരുമാനം. വിദേശത്തുള്ള ഫിറോസ് തിരിച്ചെത്തിയാലുടൻ ചോദ്യം ചെയ്യും. അതേസമയം ജെയിംസ് മാത്യു MLA മന്ത്രിക്ക് നൽകിയ കത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന ആവശ്യമായി യൂത്ത് ലീഗ് രംഗത്ത് വന്നു. ഫിറോസ് പുറത്തുവിട്ട രേഖകളിലെ ഒരു പേജ് മന്ത്രി AC മൊയ്തീന്റെ ഓഫീസ് ഇടപെട്ട് മാറ്റിയെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. ജെയിംസ് മാത്യു MLAയുടേതെന്ന് പറഞ്ഞ് പി കെ ഫിറോസ് പുറത്തുവിട്ട കത്തിന്റെ ഒന്നാം പേജിൽ മന്ത്രി AC മൊയ്തീന്റെ കുറിപ്പുണ്ടായിരുന്നു. അതിനുശേഷമുള്ള പേജ് പി കെ ഫിറോസ് വ്യാജമായി ചമച്ചതാണെന്നാണ് ജെയിംസ് മാത്യു പരാതിപ്പെട്ടത്. പി കെ ഫിറോസിനെ കുടുക്കുന്നതിന് വേണ്ടി മന്ത്രിയും ജെയിംസ് മാത്യുവും ചേർന്ന് കത്തിലെ ചില പേജുകൾ മാറ്റിയതാണെന്ന ആരോപണമാണ് യൂത്ത് ലീഗിൻ്റേത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തണമെന്നാണ് ആവശ്യം. പക്ഷെ അത് വ്യാജമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഫോറൻസിക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ വെച്ച് പരിശോധിക്കുകയും അതിന് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകാനും യൂത്ത് ലീഗിന് കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. CPM-നകത്ത് നിന്ന് പി കെ ഫിറോസിന് വിവരങ്ങൾ കിട്ടുന്ന വഴിയറിയാനാണ് അന്വേഷണമെന്നാണ് യൂത്ത് ലീഗിന്റെ വിലയിരുത്തൽ. ഫിറോസിനെ ചോദ്യം ചെയ്തതിനു ശേഷമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കൂവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. മീഡിയ 1 കോഴിക്കോട്.